ബി ജെ പിക്ക് എന്താണോ വേണ്ടത് അത് സെർവ് ചെയ്യുന്ന ഒരാളായിട്ട് ചന്ദ്രബാബു നായിഡു മാറുകയാണ്. അത് യഥാർത്ഥത്തിൽ അത് ടി ഡി പിക്കല്ല ഗുണം ചെയ്യുക, അവിടെ ബി ജെ പിക്കാണ് ഗുണം ചെയ്യുക. അത് എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് കണ്ടാണ്. സ്വന്തം സഖ്യകക്ഷികളെ കാർന്നു നിന്നുകൊണ്ട് അവിടെ അധികാരത്തിലെത്തുക എന്നുള്ളത് ബി ജെ പിയുടെ എല്ലാ കാലത്തെയും തന്ത്രമാണ്. ഇപ്പം നടത്തുന്ന ഈ പറയുന്ന വിദ്വേഷ പ്രചാരണം, ഈ ഡിവൈഡ് ആൻഡ് റൂൾ, അത് തീർച്ചയായിട്ടും ബി ജെ പിയാണ് ഗുണം ചെയ്യുകയെന്ന് ചന്ദ്രബാബു നായിഡു മനസ്സിലാക്കിയാൽ കൊള്ളാം. കോടതിക്ക് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കോടതി ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നെങ്കിൽ രാജ്യം എന്ന് രക്ഷപ്പെട്ടതെന്നുള്ളതാണ്. ഇതിപ്പോൾ ടി ഡി പി നേതാവാണ്, അദ്ദേഹം ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ പോലും അത് ആന്ധ്രയിൽ നടന്നൊരു സംഭവമാണ് എന്നുള്ളതുകൊണ്ട് സംസ്ഥാനത്തെ രാജ്യത്തെ എത്രയോ സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയക്കാർ വിദ്വേഷ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ചന്ദ്രബാബു നായിഡുവിനും വേണ്ടി മാത്രമുള്ള സുപ്രീം കോടതി നിർദ്ദേശമാണോ അതല്ല ടോട്ടൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കുള്ള നിർദ്ദേശമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഈ കാര്യത്തിൽ ചന്ദ്രബാബു നായിഡു അങ്ങനെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽ കളഞ്ഞു കുളിച്ച ഒരാളല്ല. അദ്ദേഹം ഇന്ത്യയുടെ ഭാഗമായിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സെക്യുലർ ക്രെഡൻഷ്യലിന് കോട്ടം വന്നിട്ടില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് ജഗൻമോഹൻ റെഡ്ഡി. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് ടി ഡി പിക്ക് എതിർപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ കുറേ കൂടി ഓട്ടോക്രാറ്റിക്കായിട്ട് അദ്ദേഹം കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാകും, അഴിമതികളുണ്ടാകും, പല കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ ഈ വിഷയം ടി ഡി പി എടുത്തുയർന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് ജഗൻ്റെ മതവിശ്വാസം എന്താണെന്ന് പരോക്ഷമായി ധ്വനിപ്പിച്ചുകൊണ്ടാണ് ഇതിലെ പ്രശ്നം. ജഗൻമോഹൻ റെഡ്ഡി ഒരു ഹിന്ദു അല്ല, അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്. അതുകൊണ്ട് തിരുപ്പതി ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ ആകെ രത്നച്ചുരുക്കം. ഇപ്പോൾ ഇത് ഉന്നയിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ തിരുപ്പതിയിലെ ലഡുവിൽ ഉപയോഗിച്ച നെയ്യിൽ ബീഫും പന്നിമാംസത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു എന്നാണ് ആരോപണം വന്നത്. അതിപ്പോൾ അതിൻ്റെ ലാബ് റിപ്പോർട്ടിൽ പറയുന്നത് അത് ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ചതല്ല, ലഡു ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്നതിൽ റിജക്റ്റ് ചെയ്യപ്പെട്ട നെയ്യിലാണ് ഈ സംഭവം കണ്ടത്. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് തെളിഞ്ഞു. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ അതല്ല, ആ നെയ്യെല്ലാം ഉപയോഗിച്ചെങ്കിൽ എന്തിനാണ് ഈ ആരോപണം ഉന്നയിച്ചതെന്ന ചോദ്യമാണ് സുപ്രീം കോടതി ഉന്നയിക്കുന്നത്. ഇവിടെ പ്രശ്നം അത് തന്നെയാണ്. ഇപ്പോൾ അത് ഫ്ലയർ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നും ഈ പറയുന്ന ടി ഡി പി മന്ത്രിസഭയിലെ ഒരു മന്ത്രി ഇന്നും ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ സമാനമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ വിവാദത്തിനിടെ തിരുപ്പതി സന്ദർശിക്കും ജഗൻ എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് അത് ആ സന്ദർശനം മാറ്റാൻ വേണ്ടി അവിടെ സന്ദർശനാനുമതി ഇല്ല എന്നൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട്. അതല്ല അതിൻ്റെ പ്രശ്നം. അവിടുത്തെ ബി ജെ പി നിർത്തും, ആന്ധ്രയിലെ ബി ജെ പി നിർത്തും, ടി ഡി പി നിർത്തും. വീണ്ടും അതേ വിഷയം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ഇന്നും പറയുന്നുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് എന്താണോ വേണ്ടത് അത് സെർവ് ചെയ്യുന്ന ഒരാളായിട്ട് ചന്ദ്രബാബു നായിഡു മാറുകയാണ്. അത് യഥാർത്ഥത്തിൽ അത് ടി ഡി പിക്കല്ല ഗുണം ചെയ്യുക, അവിടെ ബി ജെ പിക്കാണ് ഗുണം ചെയ്യുക. അത് എല്ലാ സംസ്ഥാനങ്ങളും നമുക്ക് കണ്ടാണ്. സ്വന്തം സഖ്യകക്ഷികളെ കാർന്നു നിന്നുകൊണ്ട് അവിടെ അധികാരത്തിലെത്തുക എന്നുള്ളത് ബി ജെ പിയുടെ എല്ലാ കാലത്തെയും തന്ത്രമാണ്. ഇപ്പം നടത്തുന്ന ഈ പറയുന്ന വിദ്വേഷ പ്രചാരണം, ഈ ഡിവൈഡ് ആൻഡ് റൂൾ, അത് തീർച്ചയായിട്ടും ബി ജെ പിയാണ് ഗുണം ചെയ്യുകയെന്ന് ചന്ദ്രബാബു നായിഡു മനസ്സിലാക്കിയാൽ കൊള്ളാം.